ഹലോ എവ്രിവൺ. മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. പലതും വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും ഒക്കെ ഉള്ള നമ്മുടെ പരിശ്രമത്തിന് ശേഷം കുറച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള ലൈഫിന്റെ നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്കുള്ള യാത്ര, അതിനെയാണ് സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ സ്പിരിച്വൽ ജേർണിയുടെ സയൻസ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഒരിക്കലും സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ ആത്മീയപരമായ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം തേടി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു മീനിങ് തരുന്ന അല്ലെങ്കിൽ ഒരു പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്രയല്ല. ഒരുപാട് പ്രതിസന്ധികള്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, ഇങ്ങനെയൊക്കെ നിറഞ്ഞതാണ് ആ ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകുന്നത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നോ. ഫീൽ ഗൈഡഡ് ബൈ എനർജീസ്. ഈ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മളെ ഒരു എനർജി നയിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും പല തരത്തിലായിരിക്കും. എല്ലാ വ്യക്തികൾക്കും ഡിഫറൻസ് ഉള്ളതുപോലെ എനർജി ഫീൽ ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് പലപ്പോഴും ഡിഫറൻസ് തോന്നും. നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷന് അല്ലെങ്കിൽ നമ്മളുടെ പ്രെയർ, പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ നമുക്കൊരു എനർജി ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുകയാണ്. നമ്മളെ നയിക്കുന്ന ഒരു എനർജി ഉണ്ട് എന്ന് തോന്നുക, അല്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് വരികയാണ്, യൂണിവേഴ്സിനോട് നമുക്ക് കൂടുതൽ ഒരു അടുപ്പം തോന്നുകയാണ്. നമ്മളെ യൂണിവേഴ്സ് വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതൊന്നും അല്ല, കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റെ ലൈഫിന്റെ മീനിങ്ങിലെ കണ്ടെത്താനുള്ള ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ ഒരു സമാധാനത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് എന്നെ വിളിക്കുന്നു യൂണിവേഴ്സ് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ്, ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ സ്പിരിച്വൽ ജേർണിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. ജീവിതത്തിൽ കൂടുതലായി ഒരു ശാന്തത, ഒരു കാം അല്ലെ ഒരു പീസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും മറ്റുള്ളവരോട് തർക്കിക്കുക, വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ തർക്കിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, സ്പിരിച്വൽ ജേർണിയിലേക്കുള്ള ഒരു പ്രയാണം നിങ്ങൾ ആരംഭിച്ചു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു തോന്നല് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയാണ്. ഞാൻ ഈ ഒരു കാര്യത്തെ ഓർത്ത് എന്തിനാണ് മറ്റുള്ളവരോട് വെറുതെ വാക്ക് തർക്കം നടത്തുന്നത്, അല്ലെങ്കിൽ അവരൊരിക്കലും മാറാൻ പോകുന്നില്ല, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇങ്ങനെയുള്ള തർക്കങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് ആണെങ്കിലും വഴക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന്, അല്ലെങ്കിൽ ഒന്ന് മാറാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് തോന്നുകയാണ്, കുറച്ചുകൂടെ ഒരു ശാന്തത, അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു അർത്ഥമില്ല, വെറുതെ മറ്റുള്ളവരോട് തർക്കിക്കുന്നതിലൊന്നും അർത്ഥമില്ല എന്ന് നിങ്ങളൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സ്പിരിച്വൽ ജേർണി നിങ്ങൾ ആരംഭിച്ചു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ലൈഫില് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സൈനും സ്പിരിച്വൽ ജേർണിയുടെ ഒരു ഭാഗമാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആയിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ലൈഫിനെ കുറിച്ചൊക്കെ വറീഡ് ആയിരുന്നു, നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, മറ്റുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിരുന്ന് അല്ലെ അതിൽ ആകുലപ്പെട്ടിരുന്നു, അതിനുവേണ്ടി സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലേക്ക് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, അല്ലെ നമ്മുടെ ലൈഫിന്റെ യാത്ര ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ ഇതിലൊന്നും നമുക്കൊരു യാതൊരു അർത്ഥമോ മീനിങ്ങോ ഒന്നും തന്നെ തോന്നാതെ വരുന്നു. നമുക്ക് അതുവരെ ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് പതിയെ പതിയെ കുറഞ്ഞ് നമ്മളുടെ മനസ്സിന് സന്തോഷവും സമാധാനം തരുന്ന കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിക്കും. ആൻഡ് ഇന്നേറ്റ് പുൾ ടുവേഴ്സ് മിനിമലിസം. അതുവരെ ജീവിതത്തിൽ നിങ്ങൾ ധാരാളം ചെലവാക്കി അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടൊരു ലൈഫ് ജീവിച്ചിരുന്ന വ്യക്തി ആയിരുന്നു എങ്കിൽ സ്പിരിച്വൽ ഗോൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ്, ഇത്രയും ഒന്നും ആർഭാടത്തിന്റെ ആഡംബരത്തിന്റെ ഒന്നും ആവശ്യമില്ല. മിനിമലിസം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ലൈഫിൽ വളരെ സിമ്പിൾ ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ജീവിത മാർഗം നിങ്ങൾ പിന്തുടരാനായിട്ട് ആരംഭിക്കുമ്പോൾ സ്പിരിച്വൽ നിങ്ങളുടെ ആ ഒരു ജേർണിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യു ലെറ്റ് ഗോ ഓഫ് ഗ്രഡ്ജസ്. മറ്റുള്ള വ്യക്തികളോട് അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി അല്ലെ ദേഷ്യം ഉണ്ടാക്കി അതുമൂലം ഒരു പക അല്ലെങ്കിൽ ഗ്രഡ്ജസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ജേർണി നിങ്ങൾ ആരംഭിച്ച് കഴിയുമ്പോൾ ആ ഒരു പക വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിയുകയും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതും സ്പിരിച്വൽ ജേർണിയുടെ ഒരു സൈനാണ്. അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുവരെയും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്തിട്ട് ആ ഒരു ഇന്നർ പീസ് കാം അല്ലെങ്കിൽ നന്നായി
നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല, എപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുകയാണ്. എന്നാൽ നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണി അല്ലെ സ്പിരിച്വൽ പാത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിലും ആ ഒരു നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു ഇന്നർ പീസും കാം ഒക്കെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. മോർ കണക്റ്റഡ് ടു നേച്ചറുമായി നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകാനായിട്ട് അല്ലെങ്കിൽ നേച്ചറിൽ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സ്പിരിച്വൽ ജേർണിയുടെ ഭാഗമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥം തരുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള യാത്ര പലപ്പോഴും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്മൂത്ത് ആയിട്ട് എത്തിച്ചേരുന്ന ഒരു പാതയല്ല അത്. പക്ഷെ ആ ഒരു യാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എൻലൈറ്റ്മെന്റ് അല്ലെ ഒരു ബ്ലിസ് അതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും ആത്യന്തികമായിട്ടുള്ള ഒരു ശാന്തിയും സമാധാനവും ഒക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുതരാനായിട്ട് ഈ സ്പിരിച്വൽ ജേർണിയിലൂടെ സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.